നാട്ടിൽ വന്നപ്പോൾ എനിക്കിത്തിരി കുരുമുളക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതാ പറിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ നമ്മുടെ മോട്ടർ ഷെഡിൻ്റെ അടുത്താണ് ഇതുപോലെ കുരുമുളക് എല്ലാം നിൽക്കുന്നത്. ഇത് വന്നിട്ട് അധികവും നമ്മൾ ഇവിടെ മുരിങ്ങത്തറിയിലാണ് നമ്മളിവിടെ പടർത്തി വിട്ടിരിക്കുന്നത്. പിന്നെ 1-2 തെങ്ങിലുണ്ട്. ബാക്കിയെല്ലാം അധികവും നമ്മൾ മുരിങ്ങത്തറികളിലാണ് ഇങ്ങനെ പടർത്തി വിട്ടിരിക്കുന്നത്. ഇതിൻ്റെ സീസൺ ആവുന്നുള്ളൂ. വലിപ്പമൊന്നും ആയിട്ടില്ല. ഇത് വലിക്കാനായിട്ട് സീസൺ ആകുമ്പോൾ തനിയെ ഇത് പഴുത്തിട്ട് ഓരോന്നിങ്ങനെ പഴുത്ത് നിൽക്കും. പിന്നെ തനിയെ കൊഴിഞ്ഞു വീഴണം ചെയ്യണത്. അപ്പോഴാണ് നമ്മൾ പറിക്കാറ്. നമ്മളിവിടെ പറിക്കാൻ ആളിനെ കൊണ്ടുവന്നിട്ട് ആളിങ്ങനെ മരത്തിൽ കയറിയിട്ട് ഇതുപോലെ പറിക്കും. നമ്മൾ കുരുമുളക് പടർത്തി വിട്ട തെങ്ങിലൊന്നും നമ്മൾ തേങ്ങ ഇടാറില്ല. അപ്പോൾ അതിലെല്ലാം ആൾ വന്നിട്ട് ഇങ്ങനെ കുരുമുളകും പറിച്ചിട്ടും തേങ്ങ ഇട്ട് തരും. ഇത് കണ്ടില്ല, ഇതിൽ തെങ്ങിലാണ് നമ്മൾ കുരുമുളക് പടർത്തി വിട്ടിരിക്കുന്നത്. ആ തെങ്ങ് വന്നിട്ട് മോളെന്തോ കേട്, അതിൻ്റെ അടിയിലെന്തോ വേരിന് എന്തോ കംപ്ലൈൻ്റ് ആണെന്നാണ് തോന്നുന്നത്. അത് അപ്പടി കേടായിട്ട് നെറുക് അങ്ങനെ വാടിയിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ വീണിട്ടുണ്ട് പറഞ്ഞിട്ട് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് പെറുക്കാൻ വേണ്ടി വന്നതാണ്. ഉമ്മ പറഞ്ഞു മൂത്തിട്ടൊന്നുമില്ല, പക്ഷെ കിളികൾ ഇങ്ങനെ കൊത്തി ഇട്ടത് കാരണം എല്ലാം താഴെ വീണ് കിടക്കുകയാണ്. മൂത്ത് വെച്ച് നല്ലോണം മൂത്തിട്ടുണ്ടെങ്കിൽ നല്ല എരിവുണ്ടാകും. ഇത് എരിവിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് നമ്മൾ നന്നായി മൂക്കാത്തത് കാരണം ചിലതൊക്കെ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഉണങ്ങിയതുപോലെ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ കിട്ടിയതെല്ലാം പറയും ഇതൊന്നും ആയിട്ടില്ല, ഇത് ഇത്തിരിയും കൂടി നല്ലോണം മൂക്കണം. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് കിളികൾ കൊത്തി ഇട്ടതാണ് താഴെ. അപ്പോൾ ഞാനതിനെയൊക്കെ പെറുക്കി. അപ്പോൾ എനിക്കിത് കൊണ്ടുപോകാലോ വേണ്ടേ, ഇനി നമ്മൾ കുറച്ച് ഇത് മൂത്ത് ആകുമ്പോഴേക്കും എനിക്ക് പറിച്ചെടുത്ത് വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിപ്പോൾ തൽക്കാലം ആവശ്യത്തിനുള്ളത് കുറച്ചൊക്കെ ഞാൻ ഇവിടെ നിന്നൊക്കെ പെറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഉമ്മാൻ്റെ അടുത്ത് പഴയ കുരുമുളക് ഉണ്ട് പറഞ്ഞു. അപ്പോൾ അതും ഇത്തിരി കൊണ്ടുപോകാവേണ്ടത് ഈ നിലത്ത് കിടക്കുന്നത് കംപ്ലീറ്റ് പെറുക്കി എടുക്കണം.